GVM സാറിന്റെ സിനിമകളെല്ലാം കണ്ട് ഭയങ്കര ആരാധനയുള്ള ഒരു ടീമായിരുന്നു നമ്മളെല്ലാവരും. മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നതും GVM സാറായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നതും. ഹി ഈസ് വെരി ഓപ്പൺ ടു എക്സ്പെരിമെന്റ്സ്. അത് നമുക്ക് ചെയ്യുന്ന ഫിലിംസിലും നമുക്കറിയാം. അതേസമയം നമുക്കിപ്പോൾ തരുന്ന ഫ്രീഡമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് എന്തും ചെയ്യാം. സ്ട്രൈക്കിങ്ങും ഇൻട്രസ്റ്റിംഗും ആയിട്ടൊരു സാധനം ഫസ്റ്റ് വരണം. അത് സെറ്റ് ചെയ്യണം. ഈ പടത്തിന്റെ ഗ്രൗണ്ടും മൂഡും എല്ലാം അത് അടിപൊളി. മറ്റേ ഷെർലക് ഹോംസിന് ഗൗൺ അഫോർഡ് ചെയ്യാൻ പറ്റാതെ എവിടെ നിന്ന് അടിച്ചോണ്ട് വന്നേക്കണം. നക്ഷത്രം മലയാളത്തിൽ ഇട്ടാലോ? പക്ഷെ നമുക്കൊരു ഡൗട്ട്, അങ്ങനെ ചോദിക്കാതെ ഇടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ GVM സാറിൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഇട്ടോട്ടെ, കുഴപ്പമില്ല, ഇതേറെ ഓക്കെ ആയ ഓക്കെ എന്ന് പറഞ്ഞു. ഫോണ്ടുകളെല്ലാം നമ്മൾ ഇന്റർനാഷണൽ സിനിമകളൊക്കെ നോക്കുവാണെങ്കിലും ഏകദേശം ഒരേ ടൈപ്പോഗ്രഫി ആയിരിക്കും എല്ലാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺഹൈമർ എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർമാൻ എടുക്കുവാണെങ്കിലൊക്കെ ഏകദേശം സിമിലാരിറ്റി തോന്നും. പക്ഷെ അത് പ്ലേസ് ചെയ്യുന്ന ബ്രാൻഡിങ്ങിലും അത് യൂസ് ചെയ്യുന്ന ഇപ്പോൾ പറയുന്ന സ്പേസിങ്ങിലും കളറിലും ഒക്കെയാണ് ആ ജോണറും പടത്തിന്റെ ഫീൽ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. മമ്മൂക്ക ലാലേട്ടൻ ചിത്രം ചെയ്യുന്നുണ്ട്. ഭ്രമയുഗം, കുറുപ്പ്, ബൊഗെയിൻവില്ല, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഈ സിനിമകളുടെ പോസ്റ്ററുകളുടെ പിന്നിൽ പ്രവർത്തിച്ച എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ക്രിയേറ്റീവ് ഹെഡായ അരുണാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അരുൺ, ഈ ഭ്രമയുഗം ഇറങ്ങിയ സമയത്ത് സിനിമയിലെ പോസ്റ്ററുകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മമ്മൂക്കയുടെ ലുക്കായാലും അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈൻ ആയാലും വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടി. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലേക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വിളിക്കുന്നു, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. അപ്പോൾ ഞാനിതിൽ ശ്രദ്ധിച്ച ആദ്യം മുതലേ ഒരു ക്രിയേറ്റീവ് രീതിയിലാണ് ഇതിലെ പോസ്റ്റേഴ്സൊക്കെ വരുന്നത്. അതായത് ട്രെയിലർ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഒരു നോട്ടീസിൻ്റെ രീതിയിൽ ഈ ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഡീറ്റെയിൽസും സർവീസസൊക്കെ കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റേഴ്സും. ട്രെയിലർ 1 മില്യൺ അടിക്കുമ്പോൾ നന്ദിയുണ്ട് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ പോസ്റ്റേഴ്സിലൊക്കെ മീൻസ് ടെക്സ്റ്റുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്റ്റില്ലുകളും ഫോണ്ടിനോടൊപ്പം തന്നെ ടെക്സ്റ്റുകൾ ക്യാപ്ഷൻ ഒരുപാട് പോയിട്ടുണ്ട്. നന്ദിയുണ്ട്, പിന്നെ എൻ്റെ ഏജൻസിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഡൊമിനിക്കിൻ്റെ ഒരു പോസ്റ്റർ വർക്ക്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. ആദ്യം തൊട്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പിടിക്കാനായിരുന്നു നമ്മൾ ശ്രമിച്ചിരുന്നത്. അത് ക്യാപ്ഷൻസിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും. ഇപ്പം ഇതൊരു ഭയങ്കര സിമ്പിളായിട്ടൊരു പടം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സിൽ ആ ഒരു മൊമെൻറ്റും ഡ്രാമയും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അത് തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഫണ്ട് വർക്കാവുകയും ചെയ്യും. അപ്പം ഈ ഫണ്ട് കൺവേ ആവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡയലോഗോ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഒരു ഭയങ്കര ബ്രോക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പല പരിപാടി കാണിച്ചിട്ടാണ് ഈ ഡിറ്റക്റ്റീവ് ഏജൻസി റൺ ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ പരസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ചെറിയ കോമഡി കാര്യങ്ങളൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പണ്ട് മറ്റേ അക്കരെ കാഴ്ചകളിൽ മറ്റേ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമൊക്കെയാണ് നമ്മുടെ തലയിൽ വന്നിരുന്നത്. അങ്ങനെ ഒരു പരസ്യം ബേസ്ഡ് മോഡലിൽ പോയാലോ എന്നുള്ളൊരു ചിന്ത ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അത് GVM സാറും മമ്മൂക്കയും ഒക്കെ ഹാപ്പി ആയിരുന്നു. അത് നമുക്ക് പിടിക്കാന്നുള്ളൊരു സാധനം വന്നപ്പോഴാണ് എന്നാൽ അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് പോവാം. നമ്മൾ തന്നെ നമ്മുടെ ടീമിൽ തന്നെ ഡിസ്കസ് ചെയ്തൊക്കെയാണ് അതിൻ്റെ ടെക്സ്റ്റുകൾ എഴുതുകയും അത് വെച്ച് നോക്കുകയൊക്കെ ചെയ്തത്. അപ്പം ആ ടെക്സ്റ്റുകൾ കൂടുതൽ ആൾക്കാർ ഓർത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അത് സ്ട്രൈക്ക് ആവുന്ന നന്ദി ഉണ്ടാക്കി നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണല്ലോ. ഇത് മമ്മൂക്ക ഇത് അറിഞ്ഞപ്പോ എന്തായിരുന്നു മമ്മൂക്കയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഈ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടതിന് ശേഷം? ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച അങ്ങനെ പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു സാധനത്തില് നമ്മൾ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഓരോ സാധനം ഒന്നയച്ചേടാ നന്ദിയുണ്ട് പറയും. അപ്പം അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മമ്മൂക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അപ്പൊ ചിലപ്പോ മനസ്സിലായി കാണില്ല. ഇന്നലെ റിലീസ് ചെയ്ത പോസ്റ്ററിൽ എന്റെ ഏജൻസിയിലേക്ക് സ്വാഗതം, അതായത് എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന പോലെ അതും പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതെ. അപ്പം അതും ഞാനിപ്പോ പറയുന്ന പോലെ രാവിലേട്ടനെയൊക്കെ വിളിച്ച് ഭ്രമയുഗത്തിന്റെ ഡയറക്ടറെയും പ്രൊഡ്യൂസറൊക്കെ വിളിച്ചു വെച്ചു, അങ്ങനെ ഉപയോഗിച്ചോട്ടെ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, എന്താന്ന് പറഞ്ഞത് അങ്ങനെയാണ് അത് ഇട്ടത്. അപ്പൊ അങ്ങനെ കുറച്ച് കോമിക്കൽ ടച്ച് ഉള്ള മമ്മൂക്കയുടെ തന്നെ പ്രീവിയസ് ഫിലിംസിലെ അത് പടം കാണുമ്പോഴും അറിയാം അതിൽ ചെറിയ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഓ അപ്പൊ കറക്റ്റ് ആയല്ലോ, ഇട്ടതൊക്കെ കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു സാധനത്തില് ആ ഒരു ഫൺ എലമെന്റ് സ്പാർക്ക് ചെയ്യാനായിട്ടത്. GVM എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നു. അപ്പോൾ തമിഴിൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളൊക്കെ നമുക്ക് ഇന്നും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്, നമ്മൾ റീവാച്ച് ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലേക്ക് വരുന്നു, അതിൻ്റെ ആ സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ എസ്തെറ്റിക് കുഞ്ഞമ്മയെ സമീപിക്കുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? നല്ല നമുക്ക് ഭയങ്കര ഒരു സർറിയൽ ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് GVM സാറിന്റെ സിനിമകളെല്ലാം കണ്ട് ഭയങ്കര ആരാധനയുള്ള ഒരു ടീമായിരുന്നു നമ്മളെല്ലാവരും. മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നതും GVM സാറായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നതും. GVM സാറിന് ഈ പറയുന്ന പോലെ ഭ്രമയുഗത്തിന്റെ പോസ്റ്റേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി പരിപാടി ഇതിൽ പിടിക്കാം, ഇതാണ് കഥയുടെ ഒരു സോണ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം ഉപയോഗിച്ചോളൂ എന്നായിരുന്നു സാറ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വന്നാൽ പിന്നെ
ഓരോ പരിപാടി പിടിച്ചു നോക്കിയതും. ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് സാറിന്. എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സോൺ ഇങ്ങനെ പിടിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് വേണ്ട, വർക്കാവില്ല എന്നുള്ളൊരു ക്ലാരിറ്റി സാറിന് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റിയുടെ പുറത്താണ് നമ്മളും നന്നായിട്ട് വെറൈറ്റിയിൽ വർക്ക് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്. അത് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണം എന്നുള്ള എന്തെങ്കിലും രീതിയിൽ പറഞ്ഞിരുന്നോ, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരുന്നോ? ഇൻസ്ട്രക്ഷൻ നമ്മളിപ്പോൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പടത്തിൽ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഒന്നും പോപ്പ് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല. വളരെ മൈൽഡ് പേസ്റ്റൽ കളേഴ്സാണ് പടത്തിന്റെ ടോണ്. പ്രത്യേകിച്ച് ഈ ക്യാരക്ടർ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാണ്. ഈ ക്യാരക്ടറിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഒരു ബ്രോക്ക് ഡിറ്റക്റ്റീവ് ആണ് പുള്ളി, അപ്പുറത്ത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളായിരിക്കും, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളായിരിക്കും. ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ നല്ലതായിരിക്കും. അത് പോസ്റ്റേഴ്സിൽ കൂടെ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കൂ എന്നുള്ള നൈബർഹുഡ് ഷെർലക് ഹോംസ് അത് തന്നെ. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമിക്കൽ മനുഷ്യൻ. അപ്പം അത് അച്ചീവ് ചെയ്യാൻ സാറ് പല ഇൻപുട്ടുകൾ തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ പോസ്റ്റേഴ്സ് പോലെ തന്നെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്യല്ലേ, ഈ പടത്തിൻ്റെ റിലീസിന് മുൻപ് കുറച്ച് ദിവസങ്ങളായിട്ട് ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഇത് ഒരു ഡയറിയിൽ ഡൊമിനിക്ക് ഒട്ടിച്ച് വെച്ചിരുന്ന രീതിയിൽ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വരുന്നു. ഇതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയതിലെ ക്യാപ്ഷൻസ് ആണ്. ഇപ്പം വിജയ് വെങ്കടേഷിന്റെ ക്യാരക്ടർ വരുമ്പോൾ അമ്മ മനസ്സ് തങ്ക മനസ്സ്, ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ വരുമ്പോൾ പെണ്ണിന് പകരം വണ്ടിയെ പ്രണയിച്ച ഫൂളെന്ന്, മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ ലിസ്റ്റ് വരുമ്പോൾ ദാവൂദ് ഇബ്രാഹിം, പിന്നെ വാച്ച് ദുരനക്ഷത്രം എന്ന് പറയുന്ന ക്യാപ്ഷൻ. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കുന്നു. ഈ ക്യാരക്ടർ പോസ്റ്റർ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ക്യാരക്ടർ പോസ്റ്റർ വേറെ രീതിയിലാണ് ഇനീഷ്യലി കൺസീവ് ചെയ്തിരുന്നത്. അതിലും അത് ഫുള്ള് ഡിജിറ്റൽ, ജസ്റ്റ് ഫോട്ടോസ് വരുന്നു, നമ്മൾ പെൻ വെച്ച് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് ഇടാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ഡിറ്റക്റ്റീവ് എഴുതിയ പോലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്താലോ എന്ന് ആദ്യം തൊട്ടേ പ്ലാൻ ഉണ്ടായി. പക്ഷെ അത് ചെയ്ത് റഫ് അടിച്ചപ്പോൾ അത് കാണാനൊരു സുഖമില്ല. കാരണം മറ്റെല്ലാ പോസ്റ്റേഴ്സ് പോലെ തന്നെ ഒരു ഡിജിറ്റൽ നോർമൽ പോസ്റ്റർ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ പിന്നെ നമുക്ക് മമ്മൂക്കയുടെ ടേബിൾ എങ്ങനെയായിരുന്നു പടത്തിൽ നിന്ന് അറിയാം. അതിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പൊ ടേബിളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാം ഉണ്ട്. ചെസ് ബോർഡ് തൊട്ട് വേറെ മറ്റേ കാർപ്പന്റേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഡയറി പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പം പുള്ളി മറ്റു പലചരക്ക് സാധനങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയൊക്കെ വാങ്ങിക്കുന്ന സാധനമായിരിക്കാം. അപ്പൊ ഈ ഡിറ്റക്റ്റീവ്സ് നോർമലി ഡയറികളും ഒബ്സർവേഷൻസ് ഒക്കെ അന്നന്ന് എഴുതിയിടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന 5-6 പേരെ കുറിച്ച് നമ്മൾ വളരെ റാൻഡംലി എഴുതുന്ന ഒരു ഡയറി ആക്കാമെന്നായിരുന്നു ആദ്യത്തെ തോട്ട്. ആ ഡയറിയിൽ പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോസ് ചൂസ് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളിപ്പം റാൻഡംലി ഫോട്ടോ റോട്ടിൽ നിന്ന് ഒളിച്ചൊക്കെ ചെന്ന് എടുക്കുന്ന പോലത്തെ കുറച്ച് വൈഡ് ഫോട്ടോകളും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും വളരെ വേഗിലി ഞാൻ തന്നെയാണ് എഴുതിയത്. അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ സാധാ, ചിലതൊന്നും വായിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആൾക്കാർ ചിലവരത് എന്താണ് വായിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം ചിലര് ബ്രില്യൻസ് പെട്ടെന്ന് എഴുതിയ കൂട്ടി അക്ഷരം എന്നൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റില്ല, എഴുതി വെട്ടി. അതെ അതെ. അപ്പം പ്രത്യേകിച്ച് ഞാനത് വെട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീം ഡിസ്കസ് ചെയ്താൽ എഴുതിയത്. ആകാശ് ഡിന്നിലൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കഴിഞ്ഞപ്പം ഒരു ക്യാരക്ടറിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞാൽ ഇച്ചിരി ക്രിഞ്ചാണോ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഡൊമിനിക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. പുള്ളി അപ്പൊ തന്നെ വെട്ടിയിട്ട് ശോഭന ലൈറ്റ് അതങ്ങ് കുറച്ച് ജൻസീകരിച്ച് ചെറുതാക്കി വിടുക ചെയ്തത്. അങ്ങനെ നമ്മൾ പിന്നെ പല ക്യാപ്ഷൻസ് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് എഴുതി അങ്ങനെയാണ് ആ സാധനത്തിലേക്ക് വന്നത്. എന്നിട്ട് അത് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്തു. പിന്നീട് അതിലേക്ക് ടൈറ്റിൽ വെച്ചപ്പം ഡിജിറ്റൽ ടൈറ്റിൽ വെക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഒരു ഡിജിറ്റൽ പോസ്റ്ററായി മാറി. അപ്പോൾ നമുക്ക് ടൈറ്റിൽ എങ്ങനെയും വെക്കണമായിരുന്നു. ടൈറ്റിൽ വരയ്ക്കാനുള്ള അത്ര സ്കില്ലില്ല നമുക്ക്. അപ്പം നമ്മൾ ഡിജിറ്റലി വരയ്ക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനും ഭേദം നമ്മൾ വിചാരിച്ചു നമ്മുടെ ലോഗോ പണ്ടൊരു സീൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂറിൽ പുള്ളി നമുക്ക് അടിച്ചു തന്ന സീല്. അപ്പോൾ അതേപോലെ നമ്മുടെ ടൈറ്റിൽ ഡിസൈൻ മമ്മൂട്ടി ഡൊമിനിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പം അരമണിക്കൂറിൽ സീല് തന്നു. ആ സീല് അടിക്കുവാണ് ആ ടൈറ്റിൽ നമ്മൾ വെച്ചത്. ആ സീലാണ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിലൊരു ഓർഗാനിക് പോസ്റ്ററാക്കുക എന്നുള്ളതായിരുന്നു. ഈ ഡയറിയിലാണ് നമ്മൾ പരിപാടിയൊക്കെ എഴുതിയത്. ഇതുപോലെ മമ്മൂക്കയുടെ ഫോട്ടോ ഒട്ടിച്ചു. അതിന് ചുറ്റും വളരെ കാഷ്വലി എങ്ങനെയാണ് എഴുതുന്നത് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് പിടിച്ചേക്കുന്നത്. ഭയങ്കര സ്പീഡിൽ എഴുതുന്ന പോലെ സ്മാർട്ട് ഇൻ്റലിജൻസ്, ലൈക്ക് ഇന്ന ആൾക്കാരെ പിടിക്കണം, ന്യൂ ഇയർ ന്യൂ മീ, അങ്ങനെ ഭയങ്കര എക്സ്ട്രീംലി കാഷ്വൽ ഒരു സാധനത്തിലാണ് പരിപാടി പോയേക്കുന്നത്. ഇതിലാണ് നമ്മൾ മറ്റേ വാച്ച് ദി നക്ഷത്രം എന്നൊക്കെയുള്ള സാധനം, കലൂരിൻ്റെ ആൻസർ ടു ഷെർലക് ഹോംസ് എന്നൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ഇതിലാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഇതിൽ ഈ പറയുന്ന പോലെ GVM സാറിൻ്റെ പേര് താഴെ നമ്മൾ പെന്ന് വെച്ച് തന്നെ എഴുതി. നമ്മൾ മറ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ദറ്റ് നമ്മുടെ ഡൊമിനിക് വുഡ് ഫൗണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ പല ഡീറ്റെയിൽ, ഹൈറ്റും വെയ്റ്റും, അവർ സ്പീഡിൽ ഓടും, ഇന്ന ഡ്രസ്സാണ് സ്ഥിരം ഇടുന്നത്, അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ മെയിൻലി ഇട്ടേക്കുന്നത്. അതിൽ കുറച്ച് ഫണ്ണിന് വേണ്ടിയിട്ട്, ഫണ്ണ് മാത്രമല്ല മമ്മൂക്കയുടെ തന്നെ പ്രീവിയസ് ഫിലിംസിലെ കുറച്ച് ഡയലോഗ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടും നമ്മൾ പല ടേംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാധുരി എന്ന് പറഞ്ഞ ഹൗസ് ഓണർ സ്വന്തം അമ്മയെ പോലെ മമ്മൂക്കയ്ക്ക്. അപ്പം അമ്മ മനസ്സ് തങ്ക മനസ്സ് എഴുതി അങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ഗോകുലിൻ്റെ ക്യാരക്ടർ
അസിസ്റ്റൻ്റ്. അപ്പം പുള്ളി ഭയങ്കര സമർത്ഥനായ ഒരു അസിസ്റ്റൻ്റാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓബിയസ്ലി യവൻ വെറും പുലിയല്ല ഒരു സിംഹം എന്ന് പറയുന്ന പോലത്തെ ഡയലോഗ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സോ ഓരോന്നിലും ഡയലോഗ്സ് അങ്ങനെ കയറ്റാൻ നോക്കിയിട്ടുണ്ട്, ഡെലിബറേറ്റ്ലി കയറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന സാധനം. പിന്നെ ഇതിനെ മൊത്തത്തിൽ ലൈറ്റപ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫി ചെയ്യുക എന്നുള്ള ഡീൽ എന്ന് പറഞ്ഞ പൈന ഫോട്ടോഷൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സാധനത്തിലാണ് എത്തിയത്. പിന്നെ കമ്മിങ് ഓൺ ടു ഇതിൻ്റെ ടൈറ്റിൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സീലുണ്ടാക്കുക ചെയ്തത്. ആ സീലിൽ പ്രോപ്പർലി മമ്മൂട്ടി ഇൻ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് അത് തന്നെ പണിയിച്ച് ആ സീല് നമ്മൾ ഇതിൽ അടിച്ചിട്ടാണ് സ്കാൻ ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചേക്കണം. മൊത്തത്തിലൊരു ഓർഗാനിക്നെസ് നഷ്ടപ്പെടേണ്ട, മൊത്തം ഒരു ഹാൻഡ് മെയ്ഡ് ഫീൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ സീലുണ്ടാക്കിയതും. ആ ഒരു കാണുമ്പോൾ കിട്ടുന്ന ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഭയങ്കര രസമാണ്. അങ്ങനെയാണ് അതിലേക്ക് സീലിൻ്റെ ഐഡിയയിലേക്കും ഒക്കെ വന്നത്. കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ്, ഇതാണ് ഡയറി. അപ്പം പിന്നെ വരുന്നതാണ് ഈ നമ്മുടെ ട്രെയിലറിൻ്റെ യൂസ് ചെയ്തേക്കുന്ന ഇതൊരു നോട്ടീസ് അടിക്കുന്ന തന്നെ പേപ്പറാണ്. ഈ നോട്ടീസിന് പറ്റിയ പോലെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു പേപ്പറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മൾ ഇതുപോലെ ക്യാപ്ഷൻ പ്രോപ്പർലി 1 more golden feather in our detective hat എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്വയം പൊങ്ങുന്ന ക്യാപ്ഷനും ഒഫീഷ്യൽ ട്രെയിലർ ടുമോറോ at 6 PM എന്നുള്ള സാധനമുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിൽ ഡൊമിനിക്കിൻ്റെ സർവീസസും സ്വന്തമായിട്ടുള്ള ഫോട്ടോയും വെച്ചിട്ട് മെയിൻ ഡിറ്റക്റ്റീവ് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരിപാടിയൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മൾട്ടിപ്പിൾ കളേഴ്സിലുള്ള നോട്ടീസ് ഉണ്ടല്ലോ, ആ കളേഴ്സിലാണ് അത് സ്ട്രൈക്കിംഗ് ആവുന്നത്. പല നോട്ടീസുകളും ഉണ്ട്. അപ്പം പിങ്ക്, യെല്ലോ എല്ലാ കളേഴ്സിലും എടുത്തിട്ട് നമ്മൾ റോട്ടിലൊട്ടിച്ച് ഇതിൽ കുറേ മറ്റേ ചെളിയൊക്കെ വാരിത്തേച്ച് കുറച്ച് ഏജ്ഡ് ആക്കി അത് കുറേ നാളുണ്ടെങ്കിൽ ഉള്ളൊരു ഫീലിലേക്ക് നമ്മളതിനെ ഡയറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അത് ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഒറിജിനൽ. ഇതേപോലത്തെ ഒരു 10-15 എണ്ണം നമ്മൾ ചെയ്ത് ഒരു ഷട്ടറിൽ ഒട്ടിച്ചിട്ടാണ് ആ സാധനം എടുത്തേക്കുന്നത്. ഇതാണ് ആ നോട്ടീസ്. ഇതൊക്കെയാണ് പരിപാടി. ഡൊമിനിക്കിൻ്റെ ക്യാരക്ടർ പോസ്റ്ററിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ എനിക്കന്ന് റിലീസ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ളത് ഈ ഡൊമിനിക്കിൻ്റെ ലിസ്റ്റിൽ വാച്ച് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ്? ഇത് ഗൗതം മേനോൻ സാർ പറഞ്ഞൊരു ഐഡിയ ആണോ അത് നിങ്ങൾ മുന്നോട്ട് വെച്ചൊരു ഐഡിയ ആണോ? അല്ല, നമ്മൾ ഇതുപോലെ ഞാനും ആകാശ് എന്ന് പറഞ്ഞ പേരുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് എഴുതുക. അപ്പം മമ്മൂക്കയ്ക്ക് കുറേ സാധനമൊക്കെ കിട്ടി, ക്യാരക്ടേഴ്സിൻ്റെ സാധനം കിട്ടി. അപ്പം മമ്മൂക്കയുടെ ക്യാരക്ടർ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും പടത്തിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുറച്ച് മെയിൻ പിടിവിട്ട പുള്ളികളെ എഴുതാം. സുകുമാരൻ S.കുറുപ്പ്, D.ഇബ്രാഹിം എന്നൊക്കെ മതി. പിന്നെ ഓക്കെ അതുപോലെ എന്നൊക്കെ ആയപ്പോൾ ഒരെണ്ണം കൂടെ എന്താ ചെയ്യാന്നുള്ളൊരു സാധനം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. നമുക്കൊന്ന് ഫൈൻഡ് അല്ലെങ്കിൽ CD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഓഫ് D.നക്ഷത്രം. കാരണം എല്ലാം S.D. എന്നൊക്കെ ഇട്ടിരുന്നു. D. നക്ഷത്രം എന്നങ്ങ് മലയാളത്തിൽ ഇട്ടാലോ? പക്ഷെ നമുക്കൊരു ഡൗട്ട്, അങ്ങനെ ചോദിക്കാതിടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ GVM സാറിന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഇട്ടോട്ടെ? ഞാൻ D. നക്ഷത്രം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. ഇട്ടോ എന്ന് പറഞ്ഞു. അതിന് അല്ല ഇങ്ങനെ ധ്രുവ നക്ഷത്രം. ഓ ഓക്കെ കുഴപ്പമില്ല ഇതേറെ ഓക്കെ ആയും ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ മമ്മൂക്കടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും മമ്മൂക്ക പറഞ്ഞു ഇട്ടോ, ഫണ്ണായിരിക്കുമെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. അത് അവരോടും ചോദിക്കണം, അവരെ പെർമിഷൻ. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. അപ്പം 2 പേർക്കും ഓക്കെ ആയിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ഇട്ടത്. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ഡൊമിനിക്ക് കണ്ടുപിടിക്കും എന്നുള്ളൊരു സാധനത്തിലാണ് അത് ഇട്ടത്. അങ്ങനെയാണ് അത് എഴുതിയത്. പക്ഷെ അത് വളരെ വലിയ രീതിയിൽ വർക്ക് ആയിട്ടുണ്ടോ, ചർച്ച ആയിട്ടുണ്ടോ? അതെ, സന്തോഷമാണ്. ഈ മെട്രോ പില്ലേഴ്സിൽ വന്ന പോസ്റ്റേഴ്സ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് മോഡലിലുള്ള കൈൻഡ് ഓഫ് പോസ്റ്റർ ആയിരുന്നു. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തൊട്ടേ കുറേ പടങ്ങളായിട്ട് മെട്രോ പില്ലേഴ്സിൽ ജസ്റ്റ് ഒന്നും വേണ്ട, ടെക്സ്റ്റ് മാത്രം വെച്ച് മെട്രോ പില്ലേഴ്സ് പോവാം എന്നുള്ളൊരു സാധനം ഉണ്ടായി. പക്ഷെ അവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പം ഇത്രയും പൈസ കൊടുത്ത് മെട്രോ പില്ലേഴ്സ് എടുക്കുമ്പോൾ പടത്തിന്റെ പേരും ആക്ടേഴ്സിനെയൊക്കെ കാണിക്കണം എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടല്ലോ. പക്ഷെ മെയിൻലി മെട്രോ പില്ലേഴ്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാറിൽ സ്പീഡിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് 1 സെക്കൻഡൊക്കെ നോട്ടം കിട്ടത്തുള്ളൂ അതിലേക്ക്. ആ നോട്ടം കിട്ടുന്ന സമയത്ത് പടം എപ്പോൾ വരുന്നു, ഏതാണ് പടം, എന്താണ് പടത്തിന്റെ ഒരു മൂഡ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ആ പടത്തിനെ കുറിച്ച് ഒരാൾ കാണുന്നത്. അപ്പം നമ്മൾ ഡൊമിനിക്കിന്റെ മെട്രോ പില്ലേഴ്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കേസൊക്കെ സോൾവ് ആക്കണ്ടേ, ആർ യു മിസ്സിങ് സംവൺ, നമ്മൾ കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെ പറയുന്നവർ ഒരു ഡൊമിനിക് ഡിറ്റക്റ്റീവ് എഴുതുന്ന വളരെ അമച്വർ ക്വസ്റ്റ്യൻ. പുള്ളി പൈസയൊക്കെ ഒപ്പിച്ചൊരു മെട്രോ പില്ലർ അടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒരു സാധനമാണ് നമ്മൾ കോൺസെപ്റ്റലൈസ് ചെയ്തത്. അതും ഈ പറയുന്ന പോലെ മമ്മൂക്കെ കാണിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണിച്ചപ്പോൾ പിടിച്ചു എന്നുള്ളൊരു സാധനമാണ് തന്നെ. ഏറ്റവും ലാസ്റ്റത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ നമ്മളിത് വായിച്ചു പോയി ഏറ്റവും ലാസ്റ്റത്തെ പില്ലർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഏജൻസിയുടെ ഫോട്ടോവും പേരും 100% സക്സസ് ഗ്യാരണ്ടി, കോൾ ഇന്ന ഏജൻസി, Jan 23 വന്നാൽ മീറ്റ് ചെയ്യുക, അങ്ങനെയാണ് പിടിച്ചേക്കുന്നത്.
ഈ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ഓർത്തിരിക്കും കുറച്ചുകൂടെ ഈസിലി. അതെ അതെ അതെ, ഭയങ്കര മിനിമൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നമ്മുടെ തലയിൽ കയറും. ഞാൻ ഇതുപോലെ ബോംബെയിൽ ഇതുപോലെ ബംബിളിന്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ട്, വലിയൊരു ഫ്ലെക്സ്, മഞ്ഞ ഫ്ലെക്സ്, അതിൽ ജസ്റ്റ് വൈ ആർ യു സ്റ്റിൽ സിംഗിൾ എന്ന് മാത്രമേ ഉള്ളൂ. അത് വായിക്കുന്നവര് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അത് പിന്നെ ഓർക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കും, ആ ആപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പെർപ്പസോ ആലോചിക്കും. അതേപോലെ ക്വസ്റ്റ്യൻസ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു, അത് വർക്കായി എന്ന് തോന്നുന്നു. അതാണ് മെട്രോ പില്ലേഴ്സ് ഇവിടെ. അപ്പോൾ ഇതിൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് നമുക്കൊരു ടൗലൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്ന ഈ അത് ആ പോസ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ റൂമാണ്. ഈ ബോർഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസും ബാക്കി ആ ഒരു മെസ്ഡപ്പ് ആയിട്ടുള്ള റൂമിൻ്റെ ഒരു ഫോക്കസാണ് മെയിനായിട്ട് ആ പോസ്റ്ററിൽ പോകുന്നത്. മമ്മൂക്കയുടെ ഒരു പാതി മുഖം മാത്രമാണ് ആ സിനിമ പോസ്റ്ററിൽ വരുന്നത്. അത് എങ്ങനെയാണ് ആദ്യം ഒരു ഫസ്റ്റ് ലുക്കിന്റെ ഐഡിയ ഇത് തന്നെയായിരുന്നു? ഫസ്റ്റ് ലുക്കിന് ഇതായിരുന്നു. നമ്മൾ എപ്പോഴും സെറ്റിൽ പോവാറുണ്ട്, സെറ്റിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സെറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അതിന്റെ സെറ്റ് എങ്ങനെയാണ്, അതിന്റെ ഒരു ആർട്ട് ഡയറക്ഷൻ എന്താണ്, അതിന്റെ കളേഴ്സ് എന്താണ്, DOP പിടിക്കുന്ന ലൈറ്റിംഗ് എങ്ങനെയാണ്, ആക്ടേഴ്സ് യൂസ് ചെയ്യുന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പക്ക ഐഡിയ കിട്ടും. നമ്മളിരുന്ന് ഫോട്ടോ കാണുന്നതിനെക്കാട്ടും അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കാനും പറ്റും അവരായിട്ട്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ നമ്മൾ അന്ന് രാത്രി ഒരു സ്കെച്ച് ഉണ്ടാക്കി, ഇങ്ങനെ നമുക്ക് ഈ റൂമിൽ നിൽക്കണം, അതാണ് ബെസ്റ്റ്. പിന്നെ ഞാൻ ആ ഗൗൺ ഇട്ട ഒരു വേറൊരു സാധനം കണ്ട്, അടിപൊളി, മറ്റേ ഷെർലക് ഹോംസിന് ഗൗൺ അഫോർഡ് ചെയ്യാൻ പറ്റാതെ എവിടെ നിന്ന് അടിച്ചോണ്ടിരുന്ന ഗൗണാണ്. അപ്പം മമ്മൂക്ക് ഒരു പൂച്ചയുണ്ട്, അവരുടെ റൂം ഭയങ്കര അലങ്കോലമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു തട്ടിക്കൂട്ട് ഡിറ്റക്റ്റീവ് ആണെന്നുള്ളൊരു സാധനം കൺവേഡ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ അത് വെച്ച് തന്നെ വരയ്ക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ടീം ഇങ്ങനെ വരച്ച് കുറച്ച് റഫ് സ്കെച്ചസ് ഒക്കെ അടിച്ച് വർക്കായി. അടുത്ത ദിവസം മമ്മൂക്കെ കാണിച്ച് ഇത് ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞ് ചെന്ന് നമ്മൾ മമ്മൂക്കേനെ നിർത്തി ലൈറ്റപ്പ് ചെയ്ത് ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് അതിനെ കുറച്ചുകൂടെ പ്രോസസ്സ് ചെയ്ത് ആ ഫസ്റ്റ് ലുക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പരിപാടി. പോസ്റ്ററുകൾക്ക് ഇപ്പോൾ കാലാകാലങ്ങളായി പല എവല്യൂഷനും സംഭവിച്ചിട്ടുണ്ടല്ലോ. പണ്ട് ഈ സിനിമകൾ ഇറങ്ങുന്നവർ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നു, പിന്നീട് അത് കഴിഞ്ഞ് വാൾ പോസ്റ്റേഴ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് പോസ്റ്ററുകൾ ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നതും ആൾക്കാരിലേക്ക് എത്തുന്നതും. ഇന്നൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു ഹൈപ്പ് തന്നെ മൊത്തത്തിൽ മാറി മറിയുന്നുണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്റർ കണ്ട് ഈ സിനിമ നല്ലതാണോ അല്ലെങ്കിൽ മോശമായിരിക്കും എന്ന് വരെ ജഡ്ജ് ചെയ്യുന്ന ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ലുക്കോ അല്ലെങ്കിൽ മറ്റേത് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും അതിൽ കൊണ്ടുവരണം. അതേസമയം ഒരു ഓഡിയൻസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും മീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബാലൻസിങ് ഉണ്ടല്ലോ. ഇതെങ്ങനെയാണ് എസ്തെറ്റിക് കുഞ്ഞമ്മ മീറ്റ് ചെയ്യുന്നത്? നമ്മൾ പൊതുവേ എല്ലാവർക്കും കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടരാണ്. നമ്മൾ എങ്ങനെയെങ്കിലും പുതിയൊരു സാധനം പിടിക്കണം. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ നമ്മുടെ ഓഡിയൻസ് ഭയങ്കര എക്സ്പോസ് ടു കണ്ടന്റ്, നല്ല കണ്ടന്റ് കാണുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പം നമ്മളൊരു വളരെ ജനറിക് സാധനം കൊണ്ടുകൊടുത്താലൊന്നും അവർക്ക് വർക്ക് ആവണമെന്നില്ല. പിന്നെയല്ല, നമ്മുടെ ഇപ്പോൾ ഓഡിയൻസ് ഭയങ്കര എക്സ്പെരിമെൻ്റൽ സാധനം അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിലും ഈ പറയുന്ന പോലെ ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ മുഖം വലുതായി കാണിക്കണമെന്നോ ഒന്നുമില്ല. അതിൻ്റെ സ്റ്റോറി ഒരു തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ആയാൽ മതി. അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഈ എവല്യൂഷനൊക്കെ സംഭവിച്ചേക്കുന്നതിൻ്റെ ഒരു ഭാഗം മാർക്കറ്റിങ്ങിൻ്റെ പല സോഴ്സുകൾ മാറുമ്പോഴും അത് എത്തുന്ന രീതികൾ മാറുമ്പോഴാണ്. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ എറയാണ്. കൂടുതൽ ആൾക്കാർ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണ്, ക്വിക്കറായിട്ട് എത്തും. പക്ഷെ അതേപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റ് ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോകും, അറ്റൻഷൻ സ്പാൻ ഇല്ല. ആ സമയത്ത് നമുക്ക് ഒരു പോസ്റ്റർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാക്കാൻ വേണം, അതിൽ കഥ പറയുകയും വേണം, അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും വർക്ക് ആവണം, നമുക്കും വർക്ക് ആവണം. ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ മറ്റൊരുപാട് ഫ്രെയിമുകൾ കണ്ടും അല്ലെങ്കിൽ പെയിന്റിങ്ങുകൾ കണ്ടും ജനറൽ ആർട്ട് ഇൻ ജനറൽ മനസ്സിലാക്കാൻ നോക്കുകയും പിന്നെ മറ്റു പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഏതാണ് വർക്ക് ആവുന്നത് ഏതാണ് വർക്ക് ആവാത്തത്. ബാക്കി നമ്മുടെ ഒരു ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുക, പ്ലേ അറൗണ്ട് ചെയ്യുക എന്നുള്ളത്. ചിലത് വർക്ക് ആവില്ല, ചിലത് വർക്ക് ആവില്ല എന്ന് വെച്ചാൽ ചിലത് ആ ഐ ക്യാച്ച് ചെയ്യാൻ പറ്റാതെ പോകുന്ന പോസ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു മാസം എടുത്ത് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആൾക്കാർ പോരാ എന്ന് പറഞ്ഞ് വിടും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന സാധനം വൺ സ്ട്രൈക്ക് ആയിട്ട് ആൾക്കാർ പറയുകയും ചെയ്യും. ഇത് നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അതായത് ഇപ്പം നിങ്ങളുടെ വർക്ക്സ് മാത്രമല്ല മറ്റുള്ളവരുടെ വർക്ക്സ് വരുമ്പോഴും ഓഡിയൻസ് എന്താണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഫുൾ ടീം ഒരു പുതിയൊരു പോസ്റ്റർ ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതെങ്ങനെ ഉണ്ടെന്ന് തോന്നി, എന്താ കൊള്ളാവോ, ഫോണ്ട് എങ്ങനെയുണ്ട്, അപ്പം അതിൻ്റെ ഓരോരോ പോയിന്റ്സ് പലരും എടുത്തെടുത്ത് പറയും. ഫോണ്ട് പോരാ, അല്ലെങ്കിൽ നല്ല ഇമേജ്, അടിപൊളി റീടച്ച് എന്നൊക്കെ പറഞ്ഞ് ഓരോ എലിമെന്റ്സ് നമ്മൾ സംസാരിക്കാറുണ്ട്. ആ പോസ്റ്ററിന്റെ കമന്റ്സ് ഒക്കെ പോയി നമ്മൾ വായിക്കും. ആൾക്കാർ ഇങ്ങനെ അടിപൊളി കളർ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ നമുക്കും കിട്ടും ഒരു ഇൻസൈറ്റ്. അവർക്ക് എന്താണ് വർക്ക് ആവുന്നത്, അതെ, എന്ത് വർക്ക് ആവുന്നുണ്ട് എന്ത് വർക്ക് ആവുന്നില്ല. അപ്പൊ നമ്മളും ഒന്ന് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവും.
ഈ കമന്റ്സ് വായിക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പോസ്റ്റേഴ്സിന് വരുന്ന കമന്റുകളും വായിക്കാറുണ്ട്, ഇപ്പോൾ ക്രിറ്റിസിസംസ് ആയാലും പിന്നെ എല്ലാം വായിക്കാറുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയക്കലും ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു മിസ്റ്റേക്ക് ചെയ്താലും നമുക്കിപ്പോൾ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനത്തെ സാധനം ചെയ്യണ്ടായിരുന്നു, അത് കൊള്ളൂല, കളർ കൊള്ളൂല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട് എന്ന് നോക്ക്. അപ്പൊ അത് നല്ല ഒരു സാധനം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നതിന് അതെ ഭാഗ്യമാണത്. യെസ്. ഇപ്പോൾ ഭ്രമയുഗത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ഇതിൽ ഫസ്റ്റ് ലുക്ക് വരുന്ന മമ്മൂക്ക ഒരു കസേരയിൽ ചാരുകസയിൽ ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ, ഇത് വളരെ രീതിയിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായത് ഹിറ്റായി ഒരു പോസ്റ്റർ. അതിനുശേഷം വന്ന ക്യാരക്ടർ പോസ്റ്റർ ആയിക്കോട്ടെ, സിദ്ധാർത്ഥ് ഭരതൻ്റെയും അർജുൻ അശോകൻ്റെയും ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇത് വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനുശേഷം പിന്നെ കണ്ണൂർ സ്ക്വാഡ് വന്നു, അതിന് മുമ്പ് കണ്ണൂർ സ്ക്വാഡ്, ഇപ്പോൾ ബസൂക്ക ചെയ്യുന്നു, പിന്നെ ഇപ്പോൾ ഡൊമിനിക്ക് വരുന്നു. മമ്മൂക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ പല ഡയറക്ടേഴ്സും പറയാറുണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു മാജിക് സംഭവിക്കാറുണ്ട്, നമ്മൾ എഴുതി വെക്കുന്നതിനേക്കാൾ മുകളിൽ ഒരു മാജിക് അവിടെ സംഭവിക്കാറുണ്ടെന്ന്. പോസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടെ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഭ്രമയുഗം നമ്മൾ ഫസ്റ്റ് ലുക്ക് പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ തന്നെ നമുക്ക് ഇരിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. പക്ഷെ അതിൽ എന്ത് എക്സ്പ്രഷൻ വേണമെന്നൊന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായില്ല. വളരെ സീരിയസ് ആയിട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ ഇരിക്കണം നമുക്ക് എന്നുള്ളൊരു തോട്ടിലാണ് നമ്മളവിടെ പോയത്. ഷോർട്ട് സെറ്റപ്പ് ചെയ്തു, നമുക്ക് വന്നിരുന്നു, എന്താ ചെയ്യണ്ടേ, ഇരുന്നാൽ മതി, കുറച്ച് എക്സ്പ്രഷൻ ഓക്കെ എന്ന് പറഞ്ഞു. നമുക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ തുടങ്ങിയത് എക്സ്പ്രഷൻസിലാണ്. ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് ക്യാരക്ടർ അറിയത്തേയില്ല, മമ്മൂക്കയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ മമ്മൂക്ക ഇടുന്ന ഓരോ ആ ചിരിയും സാധനങ്ങളും ആ ഒരു ബോഡി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സ്ലാൻഡ് ചെയ്തൊക്കെ നമ്മളിങ്ങനെ അടിപൊളി. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാ. ചിലപ്പോ അങ്ങനെ ഇരുന്നെങ്കിൽ പോലും അത് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു തന്നെ. പക്ഷെ നമുക്ക് ആ ക്യാരക്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കുറെ സാധനങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു മാജിക്കാണ്. അത് പ്രീ പ്ലാൻഡ് ആയിരിക്കില്ലായിരിക്കാം, നമുക്ക് അവിടെ വന്നിരുന്ന് സ്പോട്ടിൽ ചെയ്യുന്ന എന്തോ ഒരു സാധനമാണ്. മനസ്സിലാക്കി ആ എലമെന്റ്സ് ആണ് പോസ്റ്ററിന് ലൈഫ് കൊടുത്തേക്കുന്നത്. അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഒരു 90% ലൈഫ് ആ പോസ്റ്ററിൽ മമ്മൂക്കയുടെ എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ കരിയർ കുറച്ച് പടങ്ങൾ മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് ഹീസ് വെരി ഓപ്പൺ ടു എക്സ്പെരിമെന്റ്സ്. അത് നമുക്ക് ചെയ്യുന്ന ഫിലിംസിലും നമുക്കറിയാം. അതേസമയം നമുക്കിപ്പോൾ തരുന്ന ഫ്രീഡമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് എന്തും ചെയ്യാം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ടൈപ്പോഗ്രഫി ഇടാം, നമുക്ക് ചിലപ്പോൾ തല എങ്ങനെ വേണമെങ്കിലും വെക്കാം, പടത്തിന് അത് വർക്ക് ആയാൽ മതി എന്നുള്ളത്. ആ ഒരു ഫ്രീഡവും സ്പേസും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നമുക്ക്. അതാണ് നമുക്കൊരു. അപ്പോൾ ഈ ഡൊമിനിക്കിലേക്ക് വരുമ്പോൾ ഇത് ഭ്രമയുഗത്തിൽ നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ജോണർ ആണല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടം. ഇതിലൊരു ഫൺ ക്യാരക്ടറാണ് മമ്മൂക്കയുടെ. ഇതിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മൂഡും കാര്യങ്ങളൊക്കെ? എനിക്ക് നമുക്കവിടെ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും, നമുക്ക് ക്യാരക്ടർ എന്താണ്, നമുക്ക് ഇത് ഇങ്ങനെ വിടാം എന്നൊക്കെ ഉള്ളൊരു സാധനം. നമ്മൾ റഫ് വെച്ചിട്ട് എല്ലാവരും കാണിക്കും, GVM സാറിനെ നമുക്കിനെ കാണിക്കും. നമുക്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം എന്തുള്ളൊരു സാധനം പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഫൺ. ഇപ്പോൾ ഈ എസ് ടി കുഞ്ഞമ്മയുടെ പോസ്റ്റർ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഫോണ്ടൊക്കെ വളരെ സ്ട്രൈക്കിംഗ് ആണ്. ഇപ്പോൾ ബൊഗെയിൻവില്ലയുടെ ഫോണ്ട് നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഒട്ടും സ്പേസ് ഇല്ല, വളരെ കൺജസ്റ്റഡ് പോലെയാണ് ചെയ്യുന്നത്. അതേസമയം ഫൂട്ടേജിന് എഴുതുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. ഡൊമിനിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ആ എന്നൊരു എന്ന രീതിയിൽ ചെറിയൊരു താഴോട്ടൊരു ഇതുണ്ട്. ഈ ഫോണ്ട് സെലക്ട് ചെയ്യുന്നത് ഈ പോസ്റ്റർ ഈ സ്റ്റില്ലുകളും ഒക്കെ മാച്ച് ആയിട്ടുള്ള ഒരു സ്റ്റില്ല് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫോണ്ടിന് എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്? ശരി, നമ്മൾ പൊതുവെ നമുക്ക് മിനിമൽ ആയിട്ടുള്ള പരിപാടിയാണ് കൂടുതൽ താല്പര്യം. ഫോണ്ടുകളെല്ലാം നമ്മൾ ഇന്റർനാഷണൽ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരേ ടൈപ്പോഗ്രഫി ആയിരിക്കും, എല്ലാം ഒരേ ഫോണ്ട് ഫാമിലി ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺഹൈമർ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർമാൻ എടുക്കുകയാണെങ്കിലൊക്കെ ഏകദേശം സിമിലാരിറ്റി തോന്നും. പക്ഷെ അത് പ്ലേസ് ചെയ്യുന്ന ബ്രാൻഡിങ്ങിലും അത് യൂസ് ചെയ്യുന്ന ഇപ്പോൾ പറയുന്ന സ്പേസിങ്ങിലും കളറിലും ഒക്കെയാണ് ആ ജോണറും അല്ലെങ്കിൽ ആ ഒരു പടത്തിന്റെ ഫീൽ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. ബേസിക് പർപ്പസ് ഓഫ് എ ടൈറ്റിൽ ഇസ് ഐഡന്റിഫൈങ് ദ ഫിലിം. അപ്പം അത് നമ്മൾ ദൂരത്തു നിന്ന് ഒരു ഫ്ലെക്സിൽ കണ്ടാലും വളരെ സിമ്പിളായിട്ട് വായിച്ചു പോകാൻ പറ്റുക, ഒരു ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മളെപ്പോഴും സിംപ്ലിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. ആ സിംപ്ലിഫിക്കേഷനിൽ എങ്ങനെ നമ്മുടെ പടത്തിന്റെ ബ്രാൻഡിങ് കൊണ്ടുവരാം, പുതിയൊരു പരിപാടി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഫുട്ടേജ് നമ്മൾ സ്പേസ് ചെയ്തു, അത് പക്ഷെ ഒരു നോർമൽ ഫോണ്ടാണ്, പക്ഷെ ആ പടത്തിന് അത് ആക്ച്വലി അത് റിഫ്ലക്റ്റബിൾ ആണ്. ഡൊമിനിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ചേട്ടൻ ശ്രദ്ധിച്ചറിയാം, ഡിയും ഓവും എം ഒക്കെ പല ഫോണ്ടിന്റെ മിക്സാ. അത് നമ്മൾ പടം ആദ്യം ഗൗതം സാർ പറഞ്ഞപ്പോൾ തന്നെ ഒരു തോന്നിയൊരു ഐറ്റം ആയിരുന്നു. അതായത് പല ഇൻഫ്ലുവൻസ് ഉള്ളൊരു മനുഷ്യനാണ് ഡൊമിനിക് എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ്. പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പല ജോലിയും ചെയ്യുന്നുണ്ട്, പല കേസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ഇൻഫ്ലുവൻസ് വരുമ്പോൾ തന്നെ പല ക്യാരക്ടറിസ്റ്റിക്സ് പുള്ളിക്കുണ്ട്, പല ഭാഷ സംസാരിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെ ഒരു സാധനം ടൈറ്റിലും വരണമെന്നുള്ളൊരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടായി. അത് പല സാധനം ഇപ്പോൾ യദു എന്ന് പറഞ്ഞ പയ്യനാണ് നമ്മൾ ടൈറ്റിൽ ചെയ്ത്. അവൻ ചെയ്ത് ലാസ്റ്റ് ഒരു സാധനത്തിൽ ലോക്കാവുന്നത്. ആ ഇൻഫ്ലുവൻസ്
ടൈറ്റിൽ കൊണ്ടുവരാനും നമ്മൾ ഇടയ്ക്ക് ശ്രമിക്കാറുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ ഫിലിം. ഇപ്പോൾ ഗൗതം മേനോൻ, പ്രിയദർശൻ പോലുള്ള, അമൽ നീരദ് പോലുള്ള സീനിയർ ഡയറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ സദാശിവൻ, വിഘ്നേഷ് ശിവൻ, തമിഴ് വിഘ്നേഷ് ശിവൻ, ഇവരുള്ള പുതുമുഖ അല്ലെങ്കിൽ വളരെ കുറച്ച് സിനിമകൾ ചെയ്ത ഡയറക്ടേഴ്സിനോടൊപ്പവും വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് സെറ്റ് ഓഫ് ഡയറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ? എനിക്കങ്ങനെ മറ്റ് സീനിയേഴ്സ് ആയതുകൊണ്ടിട്ട് അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് അവര് ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും പോസ്റ്ററിൽ, അവരും കണ്ടുവരുന്ന ഒരു മാറ്റങ്ങളും. അതേസമയം ഇപ്പോഴത്തെ ഒരു പുതിയ ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവരുടെ ഒരു ചിന്തകളും പുതിയതായിരിക്കും. അതെങ്ങനെയാണ് ആ ഒരു മാച്ചപ്പ് ചെയ്യുന്നത്? അതാണ് ഇപ്പൊ നമുക്ക് ഇപ്പം ഞാൻ നമ്മുടെ അഖിൽ സത്യൻ ചേട്ടന്റെ ഒരു പടം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാറ്, പുള്ളിയുടെ അച്ഛൻ സത്യനാരായണ സാറ് പറയുന്നത് ആ ഡയലോഗാണ് ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ വായിക്കാൻ പറ്റണം, ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. അപ്പം അച്ഛൻ്റെ ഫിലിംസിലാണെങ്കിൽ അങ്ങനെ വൻ സിമ്പിൾ ടൈറ്റിലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നീ അങ്ങനെ പിടിച്ചാൽ മതി എന്നുള്ളത് എനിക്ക് തന്നൊരു ഇൻപുട്ടാണ്. അത് നമുക്കറിയാമെങ്കിലും ആ ഒരു ഫ്രേസിൽ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് സീനിയേഴ്സിൻ്റെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ട് കിട്ടും. അതിപ്പം പ്രിയൻ സാറിൻ്റെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും സാർ നോസ് ഹൗ ടു സെൽ ദ ഫിലിം. അമൽ നീരദ് സാറിനാണെങ്കിലും എങ്ങനെ ഈ ഫിലിം മാർക്കറ്റ് പ്ലേസ് ചെയ്യണം, ഇങ്ങനെ വന്ന ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യും, ഞാനിങ്ങനെ ചെയ്തിട്ട് വർക്ക് ആയിട്ടില്ല, അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ. അറ്റ് ദ സെയിം ടൈം അവർ നമുക്കൊരു സ്പേസ് തരുകയും ചെയ്യും. ദേ കോൾ us ഫോർ ആർ ഐഡിയാസ് ഓൾസോ. നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ ബെറ്റർ ആവുമെന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ പറയും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അത് പഠിക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെ ആർട്ട് സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവരുടെ അടുത്ത് കിട്ടും. അറ്റ് ദ സെയിം ടൈം പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴും അവർ നമുക്ക് ടോട്ടൽ ഫ്രീഡം ആയി തരുന്നത്. അവരും എക്സ്പെരിമെന്റ്, വൻ എക്സ്പെരിമെന്റ്. നമ്മളൊരു വൻ ജയന്റ് ലീപ്പ് എടുക്കും അവരുടെ ഒപ്പം. മറ്റേത് അങ്ങനെ നമ്മൾ സ്റ്റക്കായി നിൽക്കും എന്നല്ല, നമുക്ക് രണ്ടു കൂട്ടരും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു ഗ്രൗണ്ട് തരും. സീനിയർ ഡയറക്ടേഴ്സ് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഫുൾഫിൽ ചെയ്ത് തരാതിരിക്കാം. പുതിയ ഡയറക്ടേഴ്സ് അവര് നമ്മളെ വെച്ച് നോക്കുമ്പോൾ അവർ സീരിയസ് തന്നെ, എല്ലാവരും സീരിയസാണ്. അപ്പം അവര് നമുക്ക് കുറെ ഫ്രീഡം തരും. നിങ്ങൾ അങ്ങനെ ചെയ്തോ പൊളിച്ചു പണിതോ. അവർക്കും ഇതൊരു പുതിയ അനുഭവം ആയിരിക്കുമല്ലോ. പുതുമുഖ ഡയറക്ടേഴ്സ് വരുമ്പോൾ അവരും ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് ചെയ്ത് ഏതാണ് വർക്ക്ഔട്ട് ആവുന്നതെന്ന് അവർക്കും ഒരു ചെറിയ ഇപ്പം ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും അവർക്കും വർക്ക് ആവുന്നത്. എല്ലായിടത്തു നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഓരോന്ന് എടുത്താൽ മതി, ആ ഒരു ലേണിംഗ് നടന്നാൽ മതി എന്ന് തോന്നുന്നു. ഇപ്പോൾ എസ് ടി കുഞ്ഞമ്മ ചെയ്തതിൽ ഏറ്റവും ടഫായിട്ട്, അതായത് നിങ്ങൾ ഒരുപാട് ഐഡിയ എടുത്ത് സമയം എടുത്ത് ക്രാക്ക് ചെയ്തൊരു പോസ്റ്ററും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇത് ക്രാക്ക് ആയ ഒരു പോസ്റ്റർ ഏതായിരിക്കും? ആവേശത്തിന്റെ മറ്റേ കുപ്പി പിടിച്ചിരിക്കുന്ന ഫയർ പോസ്റ്ററൊക്കെ ഭയങ്കര ഈസിലി പെട്ടെന്ന് ക്രാക്ക് ആയത്. എന്ന് വെച്ചാൽ ആ ഐഡിയ ക്രാക്ക് നമുക്ക് ഫോട്ടോസ് കണ്ട് വെച്ച് നോക്കിയപ്പോൾ ഒരു ഐഡിയ ക്രാക്കായി. അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു 5-6 ഡേയ്സ് എടുത്തേക്കാം. ഐഡിയയിലേക്ക് എത്താൻ ബ്രഹ്മയുഗത്തിന്റെ ടൈറ്റിൽ ലുക്ക് ഉണ്ടല്ലോ, മറ്റേ ഒരു സ്കള്ളിന്റെ ഇമേജ് ഉള്ള മനയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ആ ഐഡിയയിലേക്ക് വരാൻ ഒരു 2-3 ആഴ്ച സമയം ആലോചിച്ച് ഐഡിയ കൊടുക്കുമ്പോൾ ഇതല്ല പുതിയ സാധനം വേണം, അങ്ങനെ ഇപ്പം നമ്മുടെ തലയിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്ന, അതായിരുന്നു നമുക്ക് തന്നൊരു ഇൻപുട്ട്. നമുക്കിങ്ങനെ പടത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്, അർജുൻ വരുന്നുണ്ട്, അപ്പം നമ്മുടെ തലയിൽ അതുണ്ട്. പക്ഷെ ഇത് എങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് അറിയില്ല. അത് സ്കെച്ച് ചെയ്ത് ആഴ്ചകൾ പോയി, കുറേ സമയം പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം എടുത്ത് ചെയ്തൊരു പോസ്റ്റർ. അതും പിന്നെ കുറിപ്പിന്റെ മറ്റേ വരച്ച പോസ്റ്റർ ഏകദേശം ഒരു 1.5 മാസത്തോളം എടുത്താ വരച്ചത്. എല്ലാ ദിവസവും വരയ്ക്കും, തീരുന്നില്ല. അപ്പൊ അവര് തീർക്കടാ എന്ന് പറയും. അങ്ങനെ ഒരു പരിപാടിയാണ്. ഈ ഓരോ ദിവസം എടുത്ത് വരയ്ക്കുന്ന പറയുമ്പോൾ ഈ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഈ ഒരു എനർജി ഹൈ നമുക്ക് ഒരുപോലെ ആയിരിക്കും. അതിനെങ്ങനെയാണ് ഒരു ചേട്ടാ, നമ്മൾ ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജ്മെന്റ് പോകുക. അത് നമ്മളിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ടീംമേറ്റ്സിന്റെ അടുത്ത് അത് വർക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്ടേഴ്സിനാണെങ്കിലും പ്രൊഡ്യൂസറിനാണെങ്കിലും അപ്ഡേറ്റ്സ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും തരാൻ പറ്റും നമുക്കൊരു ഇൻപുട്ട്. കാരണം ഒരു സാധനത്തിൽ നമ്മൾ കുറേ നാൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം നമുക്ക് പിന്നെ അത് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു സാധനത്തിൽ എത്തും, പെർഫെക്റ്റ് ആക്കാൻ തോന്നും. പക്ഷെ അത് വർക്കിംഗ് ആണോ, ഇത് തന്നെയാണോ സാധനം വേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ജഡ്ജ്മെന്റ് ചിലപ്പോൾ പോകും. എനർജി ഹൈ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, നമുക്ക് നമ്മുടെ ഒരു മൂഡ് സ്വിംഗിങ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവര് തരുന്നൊരു ഇൻപുട്ടിലാണ് അത് വർക്ക് ആവുന്നത്. ചില പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്ത് തീർത്ത് വെച്ചിട്ട് 2-3 മാസം കഴിഞ്ഞായിരിക്കും ഇറക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഇത് പൊളിയാണല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ചില സമയത്ത് ഇത് പോരാ, ഒന്നുകൂടെ ചെയ്യാൻ തോന്നുന്നു. അതെ, അപ്പം അങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അത്
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ആവേശത്തിന്റെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ആ പോസ്റ്റർ ഫുള്ളി പാക്ഡ് ആണ്. ഇപ്പോൾ 3 ചെറുപ്പക്കാര് ഒപ്പം ഫഹദിന്റെ ക്യാരക്ടർ ഫുൾ കളറാണ് പോസ്റ്റർ മൊത്തം. സിനിമയുടെ ഒരു ജോണറിനെ എടുത്ത് കാണിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഇപ്പോൾ സിനിമയിൽ സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം പറയുന്ന ഒരു ഫുള്ളി പാക്ഡ് പടം എന്ന് പറയുന്ന പോലെ പോസ്റ്ററും പാക്ഡ് ആണ്. അൻവർ ഷീ എന്റർടൈൻമെന്റ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു പടം. എങ്ങനെയായിരുന്നു ആവേശത്തിന്റെ വർക്കൊക്കെ? അതെ, ഇപ്പം അൻവർക്ക് ഇതുപോലെ നമ്മുടെ അടുത്ത് ഫോട്ടോസ് കാണിച്ചു തന്നിട്ട് പറഞ്ഞത് ഒരു ഭയങ്കര ഫൺ ഓവർ ദ ടോപ്പ് പടമാണ്, ഇതിലില്ലാത്ത സാധനമില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഇതിലുണ്ടാവും. നിങ്ങളിപ്പോൾ പടത്തിൻ്റെ വേണമെങ്കിൽ ഫുട്ടേജ് കുറച്ച് റഫ് കണ്ടോ, എന്നിട്ട് ജിത്തു ചേട്ടനായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, സെറ്റിംഗ് ഇതാണ്, വൻ പൊളിയാണ് പരിപാടി എന്നുള്ളത് കിട്ടി. നമ്മളിത് റഫ് വെച്ച് കാണിച്ച് ചില സമയത്ത് നമ്മൾ റഫ് വെച്ച് കാണിക്കുമ്പോൾ തന്നെ അൻവർക്ക് പറയുന്നത് എടാ ആവേശം പോരാ, അതാണ് ഇൻപുട്ട്, വേറെ ഒന്നും പറയില്ല, ആവേശം പോരാന്ന് പറയും. നമ്മുടെ അതെന്താ സാധനം അത് കിട്ടാതെ. ഇപ്പം ആ ഫോട്ടോയിലെ ഇമോഷനും മൊത്തത്തിലുള്ള കൺവേ ചെയ്യുന്ന ഒരു ഐഡിയയും അതിൻ്റെ എനർജിയൊക്കെയാണ് അൻവർക്ക് ഉദ്ദേശിക്കുന്ന ആവേശം എന്നുള്ള സാധനം. അത് എങ്ങനെയൊക്കെയോ നമുക്ക് പിന്നെ കിട്ടി. ആ കിട്ടിയ ഒരു ഫ്ലോ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ടീംമേറ്റ്സ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയും ഇത് ആവേശം പോരാ സാധനം പിടിക്കുന്നത് പറയും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കിട്ടിയൊരു ഇൻപുട്ടും ഭയങ്കര ഫൺ ഒരു വർക്ക് ഫ്ലോ ആയിരുന്നു. അതിന്റെ ഫോണ്ട് ഭയങ്കര രസമായിരുന്നു, മഞ്ഞ കളറിൽ. അത് ഞാനല്ലേ ചെയ്തത്, അത് വേറെ എനിക്ക് പുള്ളിയുടെ പേര് പറഞ്ഞത്, ആ പുള്ളിയാണ് ആ ഫോണ്ട് ചെയ്തത് ഇനീഷ്യലി. യെസ്. ഈ ഫസ്റ്റ് ലുക്കുകൾ സെലക്ട് ചെയ്യുമ്പോഴേ ഇപ്പോൾ പല സിനിമകളും ഇപ്പം ഡൊമിനിക് ആയിക്കോട്ടെ മറ്റ് സിനിമകളായിക്കോട്ടെ ഇതൊരു ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്യുന്നു, നമുക്ക് ഈ പോസ്റ്റർ റിലീസ് ചെയ്യാമെന്ന് പറയുന്നത് അവിടെ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻ ഉണ്ടല്ലോ. പല സെറ്റ് ഓഫ് പോസ്റ്റേഴ്സ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു, അതിൽ ഇത് ചെയ്ത് ഈ ഒരു പോസ്റ്റർ ഫസ്റ്റ് ലുക്കായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവും. അത്തരത്തിലൊരു ക്രിയേറ്റീവ് ഡിസിഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ടീമും ഈ സിനിമയുടെ ടീമൊക്കെ ആയിട്ട് എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്? മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം നമ്മൾ മിക്ക പടങ്ങളും ഫോട്ടോഷൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും ഏറ്റവും സ്ട്രൈക്കിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടൊരു സാധനം ഫസ്റ്റ് വരണം, അത് സെറ്റ് ചെയ്യണം ഈ പടത്തിന്റെ ഗ്രൗണ്ടും മൂഡും എല്ലാം. അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഹൈപ്പ് ഉണ്ടാക്കും. അത് പടത്തിന്റെ ഒരു എന്താ പറയാ ബ്രാൻഡിങ്ങിനെയും അല്ലെങ്കിൽ അത് ഒരു അടിപൊളി പടമാണെന്ന് ഫീൽ ചെയ്യിക്കാനുള്ള ഒരു സെൻസ് ആ പോസ്റ്റർ ഉറപ്പായിട്ടും ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്യും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്തായിരിക്കും, ഈ പടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എലമെന്റ് എന്തായിരിക്കും, ഇത് കാണിച്ചാൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിരിക്കാം. അപ്പൊ പിന്നെ എല്ലാം 3-4 ഐഡിയാസ് വേറെയും പിന്നെ തന്നെ ഇറക്കാനുള്ള പോസ്റ്റേഴ്സും എല്ലാം ഉണ്ടാവുമല്ലോ. അത് ചെയ്ത് നമ്മൾ റഫ് അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതല്ല, ഇത് പോരാ, ഇത് കുറച്ചുകൂടെ ബെറ്റർ ആവും, പറഞ്ഞ് റഫ് അടിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പ്രൊഡ്യൂസറും ഡയറക്ടറും കാണുമ്പോൾ അവർ പറയും ഇത് പോരല്ലോ, മറ്റേത് ഇറക്കിയാലോ, അത് കുറച്ചുകൂടെ ഇമ്പാക്ട് ഓക്കെ എന്ന് പറയാം. ആ ഒരു ഡിസ്കഷനിലായിരിക്കും ചിലപ്പോൾ അത് വരിക, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്താൽ കിട്ടും. അത് അങ്ങനെ ഒരു 2-way സാധനമാണ്. ഇപ്പോൾ അരുൺ ഡിസൈനിങ്ങോടൊപ്പം തന്നെ ആക്ടിങ്ങിലും ഒരു ഭാഗത്തൂടെ അഭിനയം കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് അഭിനയം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് രണ്ടും? കുഴപ്പമില്ല, അത് നമ്മൾ നല്ലൊരു അടിപൊളി ടീമുണ്ട്. അപ്പോൾ അവർ ദീപക് എന്ന് പറഞ്ഞൊരു കോ പാർട്ട്ണറും കൂടെ ഉണ്ട്. അവർ നല്ല സ്മൂത്തായിട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പം ചില സമയം ഞാൻ അഭിനയിക്കുവാണെങ്കിലും ആ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കോൾസ് ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ ഈസിലി. മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ എടുക്കാം. നമ്മുടെ എല്ലാ വർക്കും നടക്കുന്നത് മോസ്റ്റ്ലി ഡിസ്കോഡിലും മീറ്റിങ്ങുകളിലും കൂടെയൊക്കെയാണ്, സ്മൂത്തായിട്ട് നടക്കുന്നത്. ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് അഭിനയത്തിൽ? ഞാനിപ്പോൾ ലവ്ലി എന്ന് പറഞ്ഞിട്ട് സിനിമ അഭിനയിച്ചാണ് 4-ാം തീയതി ഏപ്രിലിൽ ഇറങ്ങുന്നത്. യെസ്, ലവ്ലി ഉണ്ട്. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു പടമുണ്ട്, അതാണ് ഇപ്പോൾ വരാനുള്ളത്. ആസ് ഡിസൈൻ നമ്മളിപ്പോൾ മറ്റേ നസ്ലൻ കല്യാണി ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, വേഫറിൻ്റെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ ചിത്രം ചെയ്യുന്നുണ്ട്. അതെ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, തുടങ്ങിയിട്ടില്ല. അത് ചെയ്യുന്നു. തമിഴ്, തെലുങ്കിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ. ഈ മഹേഷ് നാരായണൻ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൽ ഇടയ്ക്ക് മമ്മൂക്കയുടെ ഒരു സ്റ്റില്ല് ഭയങ്കര വൈറലായിരുന്നു. ഒരു ഗ്ലാസിന്റെ അകത്തൂടെ മമ്മൂക്കയുടെ ഒരു തല മാത്രമുള്ള ഒരു സ്റ്റില്ല്. അപ്പോൾ നമുക്ക് അതൊരു മാജിക് പ്രതീക്ഷിക്കാമോ? അറിയില്ല, എനിക്ക് ഒരു ക്ലൂ ഇല്ല. അത് എന്താ അടിപൊളി പരിപാടി ആയിരിക്കട്ടെ. ഇനി എന്തായാലും ഇനിയും ഒരുപാട് സിനിമകൾ എസ്തെറ്റിക് കുഞ്ഞമ്മയെ തേടി വരട്ടെ. ഒരുപാട് പേരാണ് ഇപ്പോൾ എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ഡിസൈൻസ് കണ്ട് ഇൻഫ്ലുവൻസ് ആയി ഡിസൈനിലേക്ക് ഇറങ്ങുന്നവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻസ് കണ്ട് ഇൻഫ്ലുവൻസ് ആയി ഇത്രയും നല്ലൊരു ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരുണ്ട്, ഇൻസ്പിറേഷണൽ ആവുന്നവരുണ്ട്. അപ്പോൾ നല്ല നല്ല സിനിമകൾ, ഒരുപാട് ഹിറ്റ് പോസ്റ്റേഴ്സ്, ഇപ്പോൾ ഭ്രമയുഗമൊക്കെ വന്ന് വലിയൊരു മാർക്ക് ഉണ്ടാക്കിയതുപോലെ ഇനിയും ഒരുപാട് വലിയ രീതിയിൽ മാർക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ. താങ്ക് യു.